ഹലോ. അപ്പോൾ എൻ്റെ വീട് എറണാകുളം ജില്ലയിൽ ചെറായിലാണ് കേട്ടോ. കടൽ തൊട്ടടുത്തുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഒരു ഉപ്പ് കാറ്റൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സാമാന്യപ്പെട്ട ചെടികളൊന്നും എനിക്ക് പിടിക്കില്ല കേട്ടോ. ബാൽസം പോലുള്ള ചെടികൾ എനിക്ക് ഒട്ടും പിടിച്ച് കിട്ടുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. എന്നാലുണ്ടല്ലോ ഇതാ ഈ കാണുന്ന കോമൺ ആയിട്ടുള്ള ചെമ്പരത്തികൾ എത്ര നട്ടാലും എങ്ങനെ നട്ടാലും കൊണ്ട് വലിച്ചെറിഞ്ഞാലും പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാശ് കൊടുത്ത് നഴ്സറിയിൽ നിന്ന് ചെടികൾ വാങ്ങിച്ച് വെക്കണേ നല്ലത്. പലതരത്തിലുള്ള ഇതുപോലെയുള്ള ചെമ്പരത്തി ചെടികൾ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ പൈസയും ലാഭം, ചെടിയും പിടിച്ച് കിട്ടും. അല്ലാതെ നേഴ്സറി പോയി ഉള്ളാണ്ട് ചെടിയെല്ലാം വാങ്ങിച്ച് കൊണ്ടുവന്ന് നട്ടിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഈ മഴക്കാലത്ത് ഒരുപാട് 10 മണികളും മീഷോന്ന് വിത്തുകളൊക്കെ വാങ്ങിച്ച് പാകിയായിരുന്നു. പക്ഷേ വിത്തുകളൊക്കെ മുളച്ച് കിട്ടി. പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടെ, എല്ലാം വീണ് പോയിട്ട്. പിന്നെ ഞങ്ങളുടെ പൂച്ചക്കുട്ടന്മാരുണ്ട്, അവരും ഇതുപോലെ തന്നെ ആ ചെടിച്ചട്ടിയിലൊക്കെ ചാടി വീണ് കമന്ന് കിടന്നൊക്കെ എല്ലാ ചെടികളും കളയും കേട്ടോ. എന്നാ ഈ കാണുന്ന ചെമ്പരത്തി പോലുള്ള ചെടികളൊക്കെ എത്ര കൊണ്ടുവന്ന് നട്ടാലും ഒരു പ്രശ്നവുമില്ല. എത്ര വെയിലത്ത് നട്ടാലും ശരി, എത്ര മഴയത്ത് നട്ടാലും ശരി, എല്ലാം നല്ല സൂപ്പറായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതാണ്, വെറുതെ നഴ്സറി പോയി കാശുകളാണ് നല്ലത്. ഇതുപോലുള്ള ചെടികളൊക്കെ കളക്ട് ചെയ്ത് വെയിലിലൊക്കെ ഒരുപാട് കളറുകൾ കാണാം ഞാൻ പോണ വഴിയിലൊക്കെ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഓരോ കൊണ്ട് നട്ടാലും ഇതുപോലുള്ള സൂപ്പറായിട്ടുള്ള ചെമ്പരത്തി പൂക്കളൊക്കെ ഉണ്ടാവുമല്ലോ. ചെമ്പരത്തി പൂ വിരിഞ്ഞിരിക്കണ കാണാൻ നല്ല ഭംഗിയൊക്കെ തന്നെയാണല്ലോ. നമുക്ക് വേണ്ടത് ഭംഗിയാണല്ലോ, പൂ വിരിയുക, അതിൻ്റെ ഭംഗി ആസ്വദിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.